ഒന്നാമത്തെ IPL ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു മാമാങ്കമായിരുന്നു നമുക്കറിയാം. ഷെയ്ൻ ബോണും പിള്ളേരും കപ്പടിച്ചതും ഉദ്ഘാടന മത്സരത്തിലെ ന്യൂസിലാൻഡ് താരമായ ബ്രണ്ടൻ മക്കുലത്തിന്റെ ആ ഒരു വെടിക്കെട്ടുമൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. എന്നാൽ IPL സീസണെ സംബന്ധിച്ചിടത്തോളം പലരുടെയും ഓർമ്മകളിൽ അത്ര അധികമൊന്നും ഇല്ലാത്ത ഒരു സീസണാണ് രണ്ടാമത്തെ IPL സീസൺ. എന്തോ നമ്മൾ മറ്റ് പല IPLകളെ കുറിച്ച് പറയുമ്പോഴും ഈ സീസണിലെ കഥകൾ അത്രയൊന്നും പരാമർശിച്ച് കാണാറില്ല. ഇത്തവണ നമുക്ക് രണ്ടാം IPLലെ ഓർമ്മകളിലേക്ക് ഒന്ന് നൂണ്ടുകയറാം. ഇന്ത്യയിൽ അല്ലാതെ നടന്ന ആദ്യത്തെ IPL ആയിരുന്നു IPLലെ രണ്ടാമത്തെ സീസൺ, 2009 സീസൺ. രണ്ടാം IPL നടന്നത് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. 2009 ഏപ്രിൽ 18 മുതൽ മെയ് 24 വരെയായിരുന്നു ആ IPLന്റെ കാലസമയം. ഇന്ത്യയിൽ ആ സമയത്ത് ഇലക്ഷൻ നടക്കുന്നതിനാലായിരുന്നു മത്സരങ്ങൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് മാറ്റിയത്. ആദ്യ IPL വലിയ വിജയമായതിനാൽ തന്നെ അപ്പോഴേക്കും ലോകകപ്പിന് ശേഷം ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മാമാങ്കമായി IPL മാറിയിരുന്നു. ഇന്ത്യയിൽ മാത്രമായി 200 മില്യണിൽ അധികം പേരാണ് TV-യിൽ മാത്രമായി ആ IPL സീസൺ കണ്ടത്. 2009 എന്ന വർഷത്തിന് നിരവധി പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. 2009 ഇന്ത്യയിൽ ഇലക്ഷൻ എന്നതിന് പുറമെ ക്രിക്കറ്റ് ലോകത്തും നിരവധി സംഭവങ്ങൾ നടന്ന വർഷമായിരുന്നു. 2009 മാർച്ച് 3-നായിരുന്നു ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിനെതിരെ പാകിസ്ഥാനിൽ ആക്രമണമുണ്ടായത്. അന്ന് 6 ലങ്കൻ കളിക്കാർക്ക് പരിക്കേൽക്കുകയും 6 പാക് പോലീസുകാർ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. കുമാർ സംഗക്കരെയും മഹേല ജയവർദ്ധനെയും തിലൻ സമരവീരെയും ചാമിന്ദ വാസും അടക്കമുള്ളവർക്കായിരുന്നു അന്ന് പരിക്കേറ്റത്. അത് ക്രിക്കറ്റ് ലോകത്ത് തന്നെ വലിയ ഒരു ചർച്ചയായി മാറുകയും ചെയ്തു. അങ്ങനെ നിരവധി കാരണങ്ങളായപ്പോൾ തന്നെ ഉപഭൂഖണ്ഡത്തിന് പുറത്ത് IPL നടത്താൻ BCCI തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ഇലക്ഷനൊപ്പം ഇതും ഒരു കാരണമായി എന്ന് തന്നെ പറയാം. അതോടെ രണ്ടാം സീസൺ സൗത്ത് ആഫ്രിക്കയിൽ ആരംഭമാകുന്നു. 2008 ടൂർണമെന്റിനോട് സാദൃശ്യമുള്ള രൂപത്തിൽ തന്നെയായിരുന്നു ഈ ടൂർണമെന്റിന്റെ ഫോർമാറ്റും. ക്രിക്കറ്റിന് ആഗോള വിപണി സ്വന്തമാക്കാനും ഒരു വ്യൂവർഷിപ്പിന്റെ പേരിൽ ഒരു പുതിയ തരംഗം സൃഷ്ടിക്കാനും ഈ ഒരു IPLന് കഴിഞ്ഞു എന്നതായിരുന്നു ഏറ്റവും വലിയ പ്ലസ് പോയിന്റായി നമുക്ക് കാണാൻ സാധിക്കുക. ഫൈനലിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ തോൽപ്പിച്ചുകൊണ്ട് ഡെക്കാൻ ചാർജേഴ്സ് കപ്പടിച്ച IPL ആയിരുന്നു അത്. ആദ്യ IPLനെ അപേക്ഷിച്ച് നിയമങ്ങളിലും മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടാവുകയുണ്ടായി. വിദേശ കളിക്കാർ ഒരു ടീമിൽ 10 പേർ വരെ ഉണ്ടാകാമെന്ന നില വന്നു. ആദ്യ IPLൽ അത് 8 പേരായിരുന്നു. ഇതിനൊപ്പം ആദ്യ IPLൽ ഇടഞ്ഞു നിന്നിരുന്ന ഇംഗ്ലീഷ് കളിക്കാരും IPLൽ ചില ധാരണകളുടെ പുറത്ത് കളിക്കാമെന്ന മാറ്റങ്ങളും BCCI അംഗീകരിക്കുകയുണ്ടായി. ആ സമയത്തെ വിൻഡീസ് പര്യടനം കഴിഞ്ഞ് ഇംഗ്ലീഷ് താരങ്ങളും ഈ IPLലേക്ക് ജോയിൻ ചെയ്യുകയുണ്ടായി. ഇതിനൊപ്പം ഓരോ ഇന്നിംഗ്സിലെയും പാതി വഴിയിൽ 7.5 മിനിറ്റ് എന്ന ടൈം ഔട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത IPL കൂടിയായിരുന്നു അത്. ഇതും ഒരു വിവാദമായി. ഇത്ര നീളമുള്ള ടൈം ഔട്ട് കളിക്കാരുടെ കലയിലുള്ള കോൺസെൻട്രേഷനെ ബാധിക്കുമെന്ന പരാതികളായപ്പോൾ പിന്നീട് അടുത്ത സീസൺ ആയപ്പോഴേക്കും 2010 സീസൺ ആയപ്പോഴേക്കും BCCI അത് തിരുത്തുകയും ചെയ്തു. അപ്പോൾ ആ IPL സ്വന്തം പേരിലാക്കിയവർ ആരൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനി ഓസീസിന്റെ ഇതിഹാസ വിക്കറ്റ് കീപ്പർ ആഡം ഗിൽക്രിസ്റ്റാണ്. ഡെക്കാൻ ചാർജേഴ്സിന്റെ ക്യാപ്റ്റനായിരുന്നു ആഡം ഗിൽക്രിസ്റ്റ്. ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി മാറുകയുണ്ടായി ഗില്ലി. 16 മത്സരങ്ങളിൽ നിന്ന് 495 റൺസാണ് അദ്ദേഹം അന്ന് അടിച്ചുകൂട്ടിയത്. ഡെക്കാനെ വിജയകിരീടം അണിയിക്കാൻ ഓപ്പണറായി ഇറങ്ങിയ ഗില്ലിയുടെ മാസ്മരിക ഇന്നിംഗ്സുകൾ ഏറെ സഹായിക്കുകയുണ്ടായി. 152.30 ആയിരുന്നു ഗില്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് ആ IPLൽ. ഓസീസിന് വേണ്ടി ഓപ്പണറായി തിളങ്ങിയ ഗില്ലി ഇവിടെയും തിളങ്ങുകയായിരുന്നു IPLൽ. രണ്ടാമത് ആ IPLനെ കുറിച്ച് പറയുമ്പോൾ പേര് പരാമർശിക്കേണ്ട മറ്റൊരു താരം ഗില്ലിയുടെ സഹ ഓപ്പണറായ മാത്യു ഹെയ്ഡനാണ്. ഓസീസിന്റെ നമുക്കറിയാം എക്കാലത്തെയും മികച്ച ഓപ്പണിംഗ് ജോഡികളായിരുന്നു ഗില്ലിയും അതുപോലെ ഹെയ്ഡനും അണിനിരന്ന ആ ഒരു സഖ്യം. ആ IPLൽ ഒരു ഭാഗത്ത് നിന്ന് ഗില്ലി തകർത്തപ്പോൾ ഹെയ്ഡനും അടങ്ങി നിന്നില്ല. ചെന്നൈക്ക് വേണ്ടി ഓപ്പണറായി ഇറങ്ങിയ മാത്യു ഹെയ്ഡൻ ആ IPLലെ ടോപ്പ് സ്കോററായി മാറുകയുണ്ടായി. ഓറഞ്ച് ക്യാപ്പും അണിഞ്ഞ് അദ്ദേഹം തിളങ്ങി നിൽക്കുകയുണ്ടായി. 12 മത്സരങ്ങളിൽ നിന്നും 582 റൺസായിരുന്നു ഹെയ്ഡൻ സൗത്ത് ആഫ്രിക്കയിൽ കുറിച്ച റൺമല. ഇതിൽ 5 അർദ്ധശതകങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ RP സിംഗ് ആ ടൂർണമെന്റിൽ തിളങ്ങിയ മറ്റൊരു താരമാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരമായി മാറുകയുണ്ടായി ഇന്ത്യൻ പേസറായ RP സിംഗ്. ഡെക്കാന്റെ കുതിപ്പിൽ നിർണായകമായിരുന്നു RP സിംഗിന്റെ പ്രകടനം. 16 മത്സരങ്ങളിൽ നിന്നും 23 വിക്കറ്റ് ആയിരുന്നു RP സിംഗിന്റെ സമ്പാദ്യം. അതും 6.98 എന്ന മികച്ച ശരാശരിയും. മറ്റൊരാൾ അനിൽ കുംബ്ലെയാണ്. മുൻ ഇന്ത്യൻ നായകനും ഇതിഹാസ സ്പിന്നറുമായ അനിൽ കുംബ്ലെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ IPL ആയിരുന്നത്. ഒപ്പം തന്റെ ക്യാപ്റ്റൻസി സ്കില്ലുകൾ കൊണ്ട് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ അദ്ദേഹം ഫൈനലിൽ എത്തിക്കുകയും ചെയ്തു. ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച കുംബ്ലെ ടീം തോറ്റെങ്കിലും ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ചായി മാറുകയുണ്ടായി. 16 മത്സരങ്ങളിൽ നിന്നും 21 വിക്കറ്റുകൾ വീഴ്ത്തിയ കുംബ്ലെ ഇതിൽ 5 റൺസിന് 5 വിക്കറ്റുകൾ വീഴ്ത്തിയ മികച്ച പ്രകടനവും ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഒരാൾ രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മയുടെ ആദ്യ കാലങ്ങളായിരുന്നു അത്. ടൂർണമെന്റിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച രോഹിത് യുവതാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയ സാന്നിധ്യമായി മാറുകയുണ്ടായി. ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും മികച്ച ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ച രോഹിത് ഡെക്കാൻ ചാർജേഴ്സിന്റെ വിജയശില്പികളിൽ പ്രമുഖനായി മാറുകയുണ്ടായി. ടൂർണമെന്റിൽ ആകെ 333 റൺസും 13 വിക്കറ്റും അദ്ദേഹം നേടി. ഇതിൽ ഒരു ഹാട്രിക്കും ഉൾപ്പെടുന്നുണ്ട്.
ടൂർണമെന്റിൽ പേരെടുത്ത മറ്റൊരു കളിക്കാരൻ മനീഷ് പാണ്ഡെയാണ്. അന്ന് ബാംഗ്ലൂരിന്റെ കളിക്കാരനായിരുന്നു മനീഷ് പാണ്ഡെ. ആ IPL അദ്ദേഹം ആദ്യ സെഞ്ചുറി കുറിക്കുകയുണ്ടായി. ബാംഗ്ലൂരിന് വേണ്ടി ഇറങ്ങിയ യുവതാരം എന്ന രീതിയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. പിന്നെ ടൂർണമെന്റിന്റെ സമവാക്യങ്ങൾ മാറിമറിഞ്ഞ ഒരുപാട് രംഗങ്ങളും ഉണ്ടായി. 3 ഹാട്രിക്കുകളാണ് ആ IPL പിറന്നത്. IPL 2 ഹാട്രിക്കുകൾ കുറിച്ച ആളുടെ പേര് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടും. യുവരാജ് സിംഗ്. മറ്റൊരാൾ നേരത്തെ പറഞ്ഞതുപോലെ രോഹിത് ശർമ്മയും. അതായത് രോഹിത് ശർമ്മയും യുവരാജ് സിംഗും ബോൾ എടുത്തുകൊണ്ട് ഹാട്രിക് നേടിയ IPL കൂടിയായിരുന്നു 2009 സീസൺ.